ടൂറിസം സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ പോലുള്ളവർക്ക് എത്താനായിട്ട് എത്ര പേരാണ് ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വീൽ ചെയറിലായതിൻ്റെ പേരിൽ സ്വന്തം വീടുകളിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വന്നപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാകാൻ പറ്റി ഇത്തരത്തിൽ വീടുകളിൽ ഇരിക്കുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ യാത്രകൾ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ ചില നാട്ടുകാരിൽ ചിലർ കണ്ണുകടി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർ പറയും അവൻ പിന്നെ യാത്ര ചെയ്യുന്നല്ലേ. അവരുടെയൊക്കെ വിചാരം എന്താ ഞാൻ എപ്പോഴും ആലോചിക്കാറ്. ഞാൻ ഈ യാത്രകളാണ് ഈ മനുഷ്യന്മാരെ കാണുന്നത്. ഞാൻ എത്ര ദിവസത്തെ തന്നു ഇപ്പോൾ ചേട്ടനെ കാണാൻ വന്നപ്പോൾ എത്ര ദിവസത്തെ തന്ന ഞാൻ ഒന്ന് വീടിന് പുറത്തിറങ്ങുന്നത്. ക്രിസ്മസിന് പോലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ? എന്നാൽ ഞങ്ങൾക്ക് ഇതൊരു പരിധി വിട്ട് ആരോടെങ്കിലും പറയാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യവുമില്ല. ചേട്ടനാണെങ്കിൽ പോലും കേട്ടിരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നിനക്ക് വയ്യെങ്കിൽ വയ്യാത്ത ആളായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ നമ്മുടെ ഈ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കുറേ നിയമത്തിന് പുറമെ അലിഖിതമായിട്ടുള്ള കുറേ നിയമങ്ങൾ നമ്മുടെ നാട്ടുകാരും അവരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാലിച്ച് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനേക്കാളും വലിയൊരു തുക എനിക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ സംഭാവന വാങ്ങി ഉണ്ടാക്കാൻ പറ്റും, വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എനിക്കറിയാം എന്നെ ഈ അസുഖം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഉള്ള സമയം ഞാനിങ്ങനെ ചെയ്തേ പറ്റൂ. ജേർണി യാത്രകൾ പോകുന്ന ഇഷ്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പണ്ട് യാത്ര ചെയ്ത് നടന്നിരുന്ന ഒരാളല്ലേ, അപ്പോൾ ആർക്കാണ് യാത്ര പോകുന്ന ഇഷ്ടമല്ലാത്തത്? എവിടെയൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പരിമിതികൾ വെച്ചുകൊണ്ട്? ഞാൻ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയതിന് ശേഷം പോലും നമ്മുടെ തമിഴ്നാട്, കർണാടക, ബന്ദിപ്പൂര് അവിടെയൊക്കെ പോയി. എൻ്റെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെയിം ഡേ തന്നെ എനിക്ക് തിരിച്ചെത്തണം. കാരണം രാവിലെ എനിക്ക് എൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തതിൻ്റെ പേരിൽ എല്ലാ പ്രാഥമിക കൃത്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതെങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും എനിക്ക് സാധ്യമാകുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്ര തുടങ്ങുന്നു. നമ്മൾ യാത്ര ചെയ്ത് പാതിരാത്രിയാണെങ്കിൽ പോലും ചിലപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെ 3 മണി 2 മണിയൊക്കെ ആകുമ്പോൾ എത്തുമ്പോൾ എങ്കിൽ പോലും താമസിക്കാനായിട്ട് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടില്ലേ? ഭയങ്കര കുറവാണ്. അത് മാത്രമല്ല നമുക്ക് റേറ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. കാരണം വീൽ ചെയർ ഫ്രണ്ട്ലി ആകുമ്പോഴത്തേക്കിനും അതൊരു പ്രീമിയം ലെവൽ മാറും. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പം 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അവിടെ വീൽ ചെയർ ആക്സസിബിൾ റാം ഉണ്ടാവണം, വീൽ ചെയർ ആക്സസിബിൾ റൂം ഉണ്ടാവണം എന്നൊക്കെയാണ് ഒരു കണ്ടീഷൻ. ചിലപ്പോൾ ആ കണ്ടീഷൻ ചിലപ്പോൾ ഒരു സാധാരണ ലോഡ്ജിനോ അല്ലെങ്കിൽ സാധാരണ ഒരു 2 സ്റ്റാർ ഹോട്ടലിനോ ചിലപ്പോൾ ആ ഒരു റൂൾ ഉണ്ടായിരിക്കണം എന്നില്ല. എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവൻ വലിയ ഹോട്ടലുകളിൽ മാത്രം പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ഉണ്ട്. അതാണ് വിഷയം. ശരി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് പോകുന്നു ആ 24 മണിക്കൂറുള്ളിൽ തിരിച്ച് വീടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിലും നമ്മളുടെ കൂട്ടുകാരന്മാരുടെ സഹായം കൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ അവർ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എവിടെ കൊണ്ടുപോകാനും അവർ തയ്യാറാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാക്സിമം സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളും ഈ പറഞ്ഞ സൗകര്യങ്ങളുടെ കുറവുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് റാമ്പ് ഇല്ലാത്തതിനെ കുറിച്ചല്ലേ. റാമ്പ് ഉള്ളതിൻ്റെ പ്രശ്നം ചേട്ടൻ കണ്ടിട്ടുണ്ടോ? റാമ്പ് ഉള്ളതിൻ്റെ പ്രശ്നം, അതായത് ചേട്ടൻ അതിരപ്പള്ളി പോയിട്ടുണ്ടോ? അതിരപ്പള്ളിയിൽ പോയിട്ടുണ്ട്. ഈ അടുത്ത് പോയിട്ടുണ്ടോ? അടുത്തൊന്നും പോയിട്ടില്ല. ഈ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അവിടെ റാമ്പ് ഉള്ളതാണ് വിഷയം. റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റാമ്പ് ഉണ്ട്. അതായത് അതിൻ്റെ കയറാനായിട്ട് നടുക്കേ കൂടെ ഒരു വീൽ ചെയർ യൂസേഴ്സിന് പോകാൻ വേണ്ടി ഒരു കോൺക്രീറ്റ് ഇട്ട ഇതുണ്ട്. അതിൻ്റെ 2 സൈഡിലും റെയിൽ പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുത്തനെ കയറ്റം സാധാരണ തന്നെ വീൽ ചെയർ ഉന്താനായിട്ട് ഒരാൾ മതി. അതിരപ്പള്ളിയിൽ 4 പേര് വേണ്ടി വന്നു. അതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം 2 വീൽ ചെയർ യൂസേഴ്സ് വന്നതിന് ഒന്നും ചെയ്യാനില്ല. അത് കാരണം ഒറ്റ ലെവലിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒറ്റ ഇതുള്ളൂ, പാത്തുള്ളൂ. അവർ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ സൈഡിൽ കല്ല് വിരിച്ചേക്കണം. അത് വെച്ചാൽ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത് നടുക്കിങ്ങനെ ചെയ്ത് വെച്ചേക്കണോണ്ട് നമുക്ക് അതിൽ കൂടെ തന്നെ പോകാനും പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഒരേ സമയം ഇരുവശത്തുനിന്ന് ആൾക്കാർ വന്നതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതും ഈ റെയിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇരുവശങ്ങളും റെയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റെയിൽ പിടിപ്പിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വളവ് വരുമ്പോൾ ഈ റെയിൽ കൂടെ വളച്ചല്ല വെക്കണ്ടേ. ഇത് അതിന് പകരം എഡ്ജ് ഇങ്ങനെ ചരിച്ച് വെക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീൽ ചെയറിൻ്റെ വീല് തെന്നിപ്പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വീൽ ചെയറിൻ്റെ വീല് പെട്ടെന്ന് തെന്നുന്ന സമയത്ത് ഈ വീൽ ചെയർ പിടിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഈ ഹാൻഡിൽ വിട്ടു പോകുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനും വീൽ ചെയറും അവിടെ കിടക്കും. വലിയൊരു അപകടം അവിടെ എന്നാണോ അത് ഉണ്ടാകാൻ പോകുന്നത് ആ രീതിയിലാണ് അവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഞാനതിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതിൽ ലാസ്റ്റ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ അനുമതി കൊടുത്തവൻ്റെ 2 കാലും തല്ലി ഓടിച്ചിട്ട് വീൽ ചെയർ സത്യം വേണ്ടും ആ പരാതിൻ്റെ കിടക്കുന്നുണ്ട്. 2 കാലും തല്ലി ഓടിച്ചിട്ട് വീൽ ചെയർ ഇരുത്തിയിട്ട് അതിലൊന്ന് പോയി കാണിക്കണം എന്നാണ് കൊടുത്തത്. അപ്പോൾ അവരതിന് മറുപടി തരുന്നവർ അവിടെ മറ്റേ വനമേഖലയാണ്, കുറേ പരിമിതികളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വനമേഖലയാണ് അടച്ചു പൂട്ടണം.
അല്ലാതെ ആൾക്കാരെ വിടരുത്. അത്രയ്ക്ക് ഇതാണെങ്കിൽ അവിടെ ആൾക്കാരെ വിടരുത്. അതിരപ്പള്ളി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യരുത്, അടച്ചു പൂട്ടണം. വനമല്ലേ, വനമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇത് എല്ലാം തുറന്ന് വെക്കുകയും ചെയ്യും, കാശും കൊടുത്ത് ആൾക്കാരെ കയറ്റുകയും ചെയ്യുന്നിട്ട് 100 കൂട്ടം റെസ്ട്രിക്ഷൻസും വെക്കും. അടച്ചു പൂട്ടട്ടെ, പ്രശ്നമില്ലല്ലോ. അതെ, ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ പോകുന്ന പോലെ അല്ല ഞാൻ പോകുന്നത്. സാധാരണക്കാർ പോകുന്നതിന്റെ ഇരട്ടി ചെലവ് നമുക്കുണ്ട്. ഇത്രയും പാട് കഴിച്ച് നമ്മൾ അവിടെ ചെന്നുമ്പോൾ കാണുന്ന കാഴ്ച ഇത്തരത്തിലുള്ളതാണ്. ഇനി എല്ലാം പോട്ടെ, ഈ റാമ്പിൽ കൂടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല, അതറിയാമോ? വെള്ളച്ചാട്ടം എത്തുന്നതിൻ്റെ ഒരു 200 മീറ്റർ മുന്നേ തന്നെ അതിൻ്റെ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഇത് അവസാനിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ചാലക്കുടി പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും. വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. വെള്ളച്ചാട്ടം കാണുന്നുണ്ടെങ്കിൽ അത് എത്തുന്നതിന് മുന്നേ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിന്നാൽ കാണാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. ഇത് മാത്രമല്ല, നമ്മൾ ഏത് ബീച്ചുകളിൽ പോയാലും ഏത് ടൂറിസം സ്ഥലങ്ങളിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ പണ്ട് കാലത്ത് നമ്മുടെ അയിത്തം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇന്നയാളുടെ ഇത് കാൽപാദം അവിടെ ഇതായി കഴിഞ്ഞാൽ പിന്നെ മറ്റാൾ ചവിട്ടാൻ പാടില്ല, പിന്നെ ഇത്ര മീറ്റർ ദൂരത്ത് തന്നെ നിൽക്കണം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ വിചിത്ര രീതികൾ. അത് ഇന്ന് ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാൽപാദം ബീച്ചിൽ പതിഞ്ഞാലെന്തോ ബീച്ച് മലിനമാകുമെന്നോ അങ്ങനെയൊക്കെയുള്ളൊക്കെ ചിന്താഗതി. അല്ല, ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ്. നമ്മൾ ഇത്രയും പാടുപെട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പം എനിക്ക് പിന്നെയും ആ നോർമൽ ലൈഫ് ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ കടലിൽ കാല് നനച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും? കടലിൽ ഒന്ന് കാല് നനയ്ക്കണം എന്ന ആഗ്രഹവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ വിശ്വസിക്കുമോ? സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഒരു തുണിക്കടയിൽ പോയിട്ട് സ്വന്തമായിട്ട് വസ്ത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിചിത്രമായ ആഗ്രഹങ്ങളാണല്ലോ, ഇതൊക്കെ വളരെ ലളിതമല്ലെന്ന്. പക്ഷേ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ആഗ്രഹമായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരാനാണ് ഈ 2016 ഭിന്നശേഷി അവകാശ നിയമം എന്നൊരു നിയമം തന്നെ കൊണ്ടുവന്നത്.